ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എന്തൊക്കെയുണ്ട് 2024 ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഡേ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പൊതുവേ അങ്ങനെയല്ലേ പറയാറ്, ഫസ്റ്റ് ഡേ അടിപൊളിയാണെങ്കിൽ ലൈഫ് ടൈം ഈ ഒരു ഇയർ ഫുൾ അടിപൊളിയായിരിക്കും എന്നല്ലേ പറയാറ്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഐ വാസ് സ്ലീപ്ലെസ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതൊരു പ്രത്യേക കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കല്ലൂനെയും കൊണ്ട് ഉറങ്ങാറോ കാര്യങ്ങളൊന്നുമില്ല. എനിവേ, ഇന്നിപ്പം ജനുവരി 2 ഇന്ന് ലീവാണ് കേട്ടോ. സോ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉള്ളിൽ ഒരുപാട് നേർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ, ഇന്ന സ്ഥലത്തൊക്കെ പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം എനിക്ക് അങ്ങനെ 2-3 സ്ഥലത്ത് പോകണമെന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തേ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരെണ്ണമാണ് പെരളശ്ശേരിയും മക്രേരിയും അമ്പലങ്ങൾ. അപ്പം ഇന്ന് അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പം ഞാനും ഏട്ടനും അമ്മയും ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത് വിത്ത് കല്ലും. ഇതിന് മുന്നേ ഞാൻ അവിടെ പോയത് വിത്തൗട്ട് കല്ലുമാണ് കേട്ടോ. ഞാനും ഏട്ടനുമാണ് പോയത്. അപ്പോഴേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, എപ്പോഴെങ്കിലും ഒരു ബേബിയൊക്കെ ആയാലും ഞങ്ങൾ 3 പേരും വരും എന്നൊക്കെ. അപ്പം ഇന്ന് ആ ഒരു മുഹൂർത്തമാണ്. ഭയങ്കര ബ്ലെസ്ഡ് ആയൊരു മൊമെൻ്റാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം കല്ലുനൊരു ടോയ് വാങ്ങിച്ചു കേട്ടോ. ടോയ് ഫോണില്ലേ, നമ്മളിങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിന് പാട്ടൊക്കെ വരുന്ന അതിൻ്റെ അതാണ് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവനിവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തി. ഇത് കണ്ടോ, പെരളശ്ശേരി അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവിടെ നിന്ന് വീഴുന്ന അരയാൽ ഇലയുണ്ടല്ലോ, ആ ഇല എടുത്തിട്ട് ഒരു കല്ലെടുത്തിട്ട് എല്ലാവരും അവിടെ ഇങ്ങനെ മനസ്സിൽ നമ്മളൊരു ആഗ്രഹം വെച്ചിട്ട് പ്രാർത്ഥിക്കും. ഭാഗ്യവശാൽ അവിടെ ഇലകളൊന്നും വീണിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊന്നും പറയാനും പറ്റിയില്ല. പിന്നെ അത് ഞാൻ ഡയറക്റ്റായിട്ട് ദൈവത്തിനോട് പറഞ്ഞു. എന്നാലും അതൊരു രസമാണ് കേട്ടോ, ഇങ്ങനെ ഒരു ഇല എടുത്തിട്ട് നമ്മളൊരു കല്ലൊക്കെ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമൊക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ അവിടുന്ന് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടുന്ന് കൃഷ്ണൻ്റെ ഒരു അമ്പലമുണ്ട്, പെരളശ്ശേരി അമ്പലത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. അപ്പം നമ്മളവിടെ ഈ ഗുരുവായൂരൊക്കെ പോയാൽ അവിടെ ഉണ്ടാവില്ലേ ഈ മഞ്ചാടിയൊക്കെ വലിയൊരു തളികയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ വാരി എറിയൂലേ, അതുപോലെയാണ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കല്ലു പിന്നെ അതവിടെ കണ്ടിട്ട് അവിടുന്ന് ഒരു അടി മാറുന്നില്ല. പിന്നെ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ വെച്ചിട്ട് ഞാനും ഏട്ടനും ഇങ്ങനെ അവനത് ഇങ്ങ് ചെയ്യാൻ സമ്മതിച്ചു കേട്ടോ. പിന്നെ ഈ കുട്ടി അതിൻ്റെ അടുത്തുനിന്ന് വരുന്നേ ഇല്ല. പിന്നെ കല്ലൂനെയും കൊണ്ട് പോയാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവന് പൊതുവേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടൈപ്പാണ്. വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം അവന് വേണ്ടി ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കി. രാവിലെ മുത്താറി കാച്ചി കൊടുത്തു, കുടിച്ചില്ല. പിന്നെന്താ, ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അതൊക്കെ യൂഷ്വലി അവൻ കഴിക്കാറുണ്ട്. ഇന്ന് അവൻ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഒരു മുട്ട കൊടുത്തു, മുട്ടേൻ്റെ എഗ് വൈറ്റ് പോർഷൻ മാത്രം കഴിച്ചു, യോക്കാണെങ്കിൽ കഴിച്ചില്ല. അപ്പം സത്യം ചുരുക്കി പറഞ്ഞാൽ അവനൊന്നും കഴിക്കാണ്ടാണ് വന്നത്. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെരളശ്ശേരി എത്തിയപ്പോൾ ഞങ്ങൾ പ്രസാദം കഴിപ്പിച്ചപ്പോൾ പായസം കിട്ടി. അങ്ങനെ അത് അവൻ കുറച്ച് കഴിച്ചു. പിന്നെ സാധാരണ ഇങ്ങനെ പെരളശ്ശേരിയും മക്രേരി ആയാലും വലിയ അമ്പലക്കുളം ഉണ്ട്, വലുതാണ്. പെരളശ്ശേരിനേക്കാളും വലുതാണ് മക്രേരി കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ മക്രേരി എത്തി. അവിടുന്ന് അതെ, ഏട്ടനാണെങ്കിൽ 2 അമ്പലത്തിൽ പോയിട്ടും ഫ്രീ ആയിട്ട് ഫിഷ് സ്പാ ചെയ്യുമായിരുന്നു കേട്ടോ. അവിടെ നമ്മളിങ്ങനെ കാല് വെക്കുമ്പം നമ്മുടെ മീനൊക്കെ വന്നിട്ട് കാലൊക്കെ കൊത്തും. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കല്ലുവാണെങ്കിൽ ഉപ്പിച്ചി ഉമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതിൽ നിന്ന് പുറത്തോട്ടേ വരുന്നുണ്ടായിരുന്നില്ല. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉപ്പിച്ചി. അപ്പോൾ ഒരുപാട് മീനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നാലും ഞാനൊന്ന് കാല് വെച്ചു, അത്രയേ ഉള്ളൂ. ഉപ്പിച്ചി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിപ്പം പുതുതായിട്ട് എൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നല്ല നീറ്റാണ്. പെരളശ്ശേരി ആണെങ്കിലും മക്രേരി ആണെങ്കിലും നല്ല നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ്. കല്ലും ഇതൊക്കെ കണ്ട് ആകെ കൂടെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ നാഗവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പെരളശ്ശേരി അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അവിടെയാണ് നാഗത്തിൻ്റെ അമ്പലമാണ്. വേറെ നാഗത്തിൻ്റെ മാത്രം അമ്പലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാ അമ്പലത്തിലും ഒരു ഇതുണ്ടാവും, എന്നാലും ഇവിടെ നാഗത്തിൻ്റെ മാത്രം ഒരുപാട് എന്തൊക്കെയോ ഉണ്ട്. കൂടുതലായിട്ട് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇത് മക്രേരിയിലെ അമ്പലമാണ് കേട്ടോ. 2 അമ്പലമുണ്ട്. ഇത് പണ്ടേ ഇങ്ങനെ തന്നെയാണ്. അമ്മ അപ്പോഴാണ് പറഞ്ഞത്, അമ്മയുടെ കുഞ്ഞിലൊക്കെ അമ്മ പോകുമ്പോഴും ഈ അമ്പലം ഇങ്ങനെ തന്നെയാണ് ഇവർ
ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരിക്കുവാണ്. പണ്ടത്തെ ആ ഒരു ശിലാ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ത് ഭംഗിയെന്ന് അറിയാം അതൊക്കെ കാണാൻ. ഇത് കാണുമ്പോഴാണ് എനിക്ക് നമ്മുടെ പണ്ട് സോഷ്യലിലൊക്കെ പഠിച്ച എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതു. ഇപ്പം കല്ലു നല്ല ഉഷാറായിട്ടുണ്ട്. അവന് പൊതുവേ നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. അപ്പോഴാണ് നല്ല ചൂട്, കാലിൽ വെയിലത്തില്ലേ. സോ ഏട്ടൻ അവനെ എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ദക്ഷിണാമൂർത്തിയുടെ കുറേ ഫോട്ടോസും കുറേ നമ്മുടെ ഇതുണ്ടല്ലോ, എന്തൊക്കെയോ ഗിഫ്റ്റും കാര്യങ്ങളും, ട്രോഫി, അങ്ങനത്തെ മൊമെൻറ്റോസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ വലിയൊരു സരസ്വതി മണ്ഡപമുണ്ട്. ഈവൻ കല്ലു ആണെങ്കിലും അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഓക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൂട്ടി പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ആകെ എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ ഈ ഫുഡ് കഴിക്കാണ്ടുള്ള ട്രാവലിങ്, അതെന്നെ കൊണ്ട് ഭയങ്കര വിഷമമാണ്. അവനൊന്നും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയാൽ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ കഴിക്കുമല്ലോ. ഇവൻ അങ്ങനെയല്ല, ഇവൻ ഭയങ്കര സെലക്റ്റീവാണ്. പിന്നെ പൊതുവേ ഫുഡ് വേണ്ടാത്തൊരു കുട്ടിയായതുകൊണ്ടും അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അപ്പോഴേക്കും സമയം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ CB ആണ് ഓർഡർ ചെയ്തത്. ഇപ്പം ഞങ്ങളുടെ ഫുഡ് വന്നു. ഏട്ടൻ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. ഏട്ടൻ്റെ മടിയിലിരുത്തിയിട്ട് കല്ലു ഫുഡ് കഴിക്കേണ്ടി വരുമോ എന്ന്. കാരണം ഏട്ടനെ കൊണ്ട് നടപ്പാവാത്തൊരു കാര്യമാണ് കുട്ടീനെ മടിയിലിരുത്തിയിട്ട് ഫുഡ് കഴിക്കാനുള്ളത്. എന്താ വെച്ചാൽ ഒന്നാമത് അവനെ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. എൻ്റെ അടുത്ത് എനിക്ക് ശീലമായതുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് പറ്റും. അപ്പം ഇന്നവൻ അമ്മയുടെ കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അവൻ കുറച്ച് കഴിച്ചു കേട്ടോ, ഒരു 3-4 വായ ചോറ് കഴിച്ചു. പിന്നെ ചിക്കനും മുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബിരിയാണീൻ്റെ കൂടെ മുട്ട കഴിക്കണത്. ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത് ഇങ്ങനെ. അപ്പം നല്ല വിശപ്പുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, കല്ല് കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ ഫുഡ്. അമ്മയുടെ സാരിയൊക്കെ ഒരു കോലത്തിലായിട്ടുണ്ട് ഏതായാലും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയാനുള്ളത്. ഏതായാലും കുറേ കാലമായിട്ട് ആഗ്രഹിക്കണമായിരുന്നു ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. കല്ലു ഉണ്ടായപ്പോഴേ ആഗ്രഹിക്കണമായിരുന്നു. ഇന്നാണ് അതിന് സാധിച്ചത്. എനിവേ താങ്ക് ഗോഡ്. പിന്നെ എൻ്റെ അമ്മയ്ക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കുള്ള ടേബിളിൻ്റെ അവസ്ഥയാണിത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഏട്ടന് ടെൻഷൻ, അവനെ മടിയിൽ ഇരുത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഒരു വിഷയമേ ഇല്ലാത്തതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും ഒക്കെ ശീലമാണ് ഇങ്ങനെ. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. എനിക്കറിയാം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എന്തൊക്കെയൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ടെന്ന്. പക്ഷേ ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. പെട്ടെന്ന് കല്ലു ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നു, അവനെ നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തൊക്കെയൊക്കെയോ ചെയ്യാനും ഉണ്ട്. അപ്പം ഹറിബറിയായിട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയപ്പം കല്ലുവിനൊരു ടോയ് വാങ്ങിച്ചതാണ് കേട്ടോ. എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും വാങ്ങണമെന്നുള്ളത് മസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ടോയ്സ് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, എന്നാലും വാങ്ങിക്കും. അങ്ങനെയാണ്. ആ ചിരി കണ്ടില്ലേ, അത് മതി നമുക്ക്.